ഹായ് ഫ്രണ്ട്സ്, രുദ്രാർദ്ര 2021 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ കുറിച്ചാണ് നമ്മൾക്കിന്ന് പറയാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലെ ഒട്ടും വിശ്വസനീയമായ കഥകളൊന്നും അല്ലേ വരുന്നത്. എന്താണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ ഒരു നൂറ്റാണ്ടിൽ സമാധി കിടപ്പ് രോഗിയായിരുന്ന അച്ഛൻ നടന്നുപോയി, എന്താ പറയുന്നത്, ഇരുന്ന് സമാധിയാകുന്നു. ഇതൊക്കെ വിശ്വസനീയമാണോ? ചിലപ്പോൾ നടക്കുമായിരിക്കും അല്ലേ. കഥകളിൽ മാത്രം നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പം നടക്കുന്നുണ്ടല്ലോ. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ പത്തനംതിട്ടയിലല്ലേ മനുഷ്യക്കുരുതി നടന്നത്. ഇനി എന്തൊക്കെ കാണണം? എനിക്ക് തോന്നുന്നു നമ്മുടെ കാലം പഴയതിലോട്ട് തിരിച്ചു പോവുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ വൈകുണ്ഠസ്വാമികൾ കടലിലേക്ക് നടന്നു നീങ്ങിയതും ശ്രീനാരായണ ഗുരു സമാധിയായതും ഒക്കെ ഇനി പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയാണോ? നമ്മുടെ കേരളം, നമ്മുടെ നാട്, നമ്മുടെ ഈ കാലഘട്ടം എല്ലാം മാറുകയാണെന്ന് തോന്നുന്നു അല്ലേ. ചിലപ്പോൾ കാലചക്രം തിരിഞ്ഞ് തുടങ്ങി കാണാം. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയണം കേട്ടോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. നിങ്ങൾ അതിൻ്റെ അഭിപ്രായം എന്നിട്ട് രേഖപ്പെടുത്തുക. ഇതിൽ അമ്മയുടെയും മകൻ്റെയും കുറച്ച് ഇൻ്റർവ്യൂസ് നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയണത് സമാധിയെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയല്ല. അതിൽ പല വിവാദങ്ങൾ പറയും. എന്തൊരു വിവാദം പറയും? പിന്നെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ? മരിച്ചെന്നോ പറയുന്നത്? മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു? മരിച്ചെന്ന്? അത് ഇങ്ങോട്ട് വരണം. നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. എഴുതണം. അല്ല, നിങ്ങൾ ചോദിക്കണം, ഇനി എഴുതണം. നമുക്ക് അച്ഛൻ വന്ന് സമാധിയായത് അച്ഛൻ അപ്പൊ പറഞ്ഞോ നിങ്ങളോട്? പറഞ്ഞു എന്താ സമാധി പോവുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് മരുന്ന് ഗുളിക അച്ഛന് BP ഷുഗർ ഉണ്ട്. BPക്കുള്ള ഗുളികയും കഴിച്ചു. ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്നത് കാണാം. പുതുക്കോടിയൊക്കെ തെറ്റി എല്ലാം ശിവമയം. അത്ര തന്നെ എല്ലാം. പുതിയ അച്ഛൻ തന്നെ കൊടുത്ത് പത്മാസനത്തിലാണ് ഇരുന്നത്. കിഴക്കോട്ട് ദർശനമാണ് അച്ഛൻ. കിഴക്കോട്ടാണ് ഇരിക്കുന്നത്. ഇത് മയിലാടി എന്നൊക്കെ അതിന്റെ കല്ലൊക്കെ അച്ഛൻ ഓർഡർ ചെയ്ത് നേരത്തെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പീഠമൊക്കെ നേരത്തെ അച്ഛൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അച്ഛന് ഈ ഷുഗറിന്റെ BPയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഈ പഞ്ചാമൃതം കഴിച്ച് ഷുഗർ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തൊരു കൂകലും വിളിയും. എന്താണ്, ആളുകൾക്ക് ചോദിക്കാനോ പറയാനോ ഉള്ളൊരു അവസരം പോലും ഇവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു രസകരമായ സംഭവം അല്ലേ. എന്താണ് ചോദിക്കുന്നത്, എന്താണ് അതിന് ഉത്തരം പറയുന്നത്? അവർ കെട്ടിപ്പിടിച്ചങ്ങ് കരയുമല്ലേ. എന്തൊക്കെയാണ്, കിടക്കുന്നു, ഇരിക്കുന്നു, എനിക്ക് വയ്യ, ഇതൊക്കെ എന്താണ്? സത്യം പറഞ്ഞാൽ എന്തല്ലോ, സിനിമയിലൊക്കെയാണ് വന്നിരുന്നെങ്കിൽ 100 ദിവസം ഓടിയാനല്ലേ, ഒറ്റ ഇതില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ. എന്തെല്ലാം ഓവർ ആക്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഭർത്താവ് മരണപ്പെട്ടതിൻ്റെയോ അച്ഛൻ നഷ്ടപ്പെട്ടതിൻ്റെയോ ദുഃഖമൊന്നും ആരിലും ഉണ്ടാകുന്നില്ല. എല്ലാം പബ്ലിസിറ്റി മാത്രം. അപ്പൊ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ കോലവും മാറിക്കൊണ്ടിരിക്കും. ഏത് രീതിയിൽ പബ്ലിസിറ്റി നേടണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം അവർ ചിന്തിച്ചത്. എന്തായാലും പ്രായമായ അച്ഛൻ സ്വാമിയുമാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി. ആരും മറന്നു പോകരുത്, ഗോപൻ സ്വാമിയുമാണ്. അപ്പം അച്ഛൻ്റെ മരണം ഒന്ന് ആഘോഷമാക്കാം. ചിലപ്പം പ്രായാധിക്യം മൂലമുള്ള അസുഖങ്ങൾ മൂലം മരണപ്പെട്ടൊരു വ്യക്തി അങ്ങനെ പ്രശസ്തി അറിയിച്ച് അവിടെ ഒരു ഇതൊക്കെ ഇട്ട് സമാധിയായി എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു അമ്പലമൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ. ഇപ്പോഴത്തെ ഏറ്റവും നല്ല ബിസിനസ്സാണല്ലോ ഇതൊക്കെ, ആൾ ദൈവങ്ങളും ഓക്കെ. പക്ഷെ ഇതൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ കുറച്ചെങ്കിലും ഒരിതുള്ളത്. ആ നാട്ടുകാർ ഇതിനെതിരാണ്. അതാണ് കുറച്ചെങ്കിലും ഒരു ആശ്വാസം. ഈ കാലഘട്ടത്തിൽ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നവരല്ലാത്തവരും കുറച്ച് പേരുണ്ടെന്നുള്ള ഒരു ആശ്വാസമുണ്ട്. കളക്ടർ വരെ നേരിട്ട് ഇടപെട്ടിട്ട് കൂടി ഒരാൾ പറയുന്നുണ്ട്, സംസ്ഥാനം ഭരിക്കുന്ന കളക്ടറെന്ന്. ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് നാക്കുണ്ട് എന്നുള്ള പേരിൽ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്ന വിളിച്ചു പറയാൻ നിൽക്കുന്ന കുറച്ച് പേര്.
മതത്തിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഇതിനെ മുതലെടുക്കുന്ന ആളുകൾ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. ഹിന്ദു മുസ്ലിം ഐക്യം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു വേർതിരിവില്ലാതെ എല്ലാവരും സോദര തുല്യരായി ഒരമ്മ പെറ്റ മക്കളെ പോലെ സ്നേഹത്തോടെ ജീവിക്കുന്ന നമ്മുടെ നാട്ടില് ഇതിന്റെ പേരിലൊരു സംഘർഷം ഉണ്ടാക്കാനായിട്ട് ഇതിനിടയ്ക്കൂടെ ആളുകൾ നോക്കുന്നുണ്ട്. ഹിന്ദുക്കളെ തൊട്ട് കളിച്ചാൽ ഹിന്ദുക്കൾ, മുസ്ലിങ്ങളെ തൊട്ട് കളിച്ചാൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞൊരു വർഗീയത ഇതിനിടയിൽ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കാതെ ചിലർ ഇതിനിടയിൽ കിടന്ന് അറിയാതെ ഇതിൽ അകപ്പെട്ടു പോകുന്നവരുണ്ട്. ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടു. ആർക്കാടാ ഇത് പൊളിക്കേണ്ടത്? ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മതത്തിനെ ബാധിക്കും. ഏത് മതം, ഏത് ഹിന്ദു ആചാരത്തിലാണ്? ഞാനും ഹിന്ദുവാണ്. നമ്മുടെ ഏത് മതത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏത് ജാതിയിലായാലും മതത്തിലായാലും അതിൻ്റെതായ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് അവരെ വിടുക അല്ലേ? ശ്മശാനത്തിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നവരില്ലേ? അവര് മനുഷ്യരല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ, എനിക്കിതേ ഉള്ളൂ പറയാനായിട്ട്. ഇത് ദയവ് ചെയ്തതൊരു മത പ്രശ്നമായി മാറരുത്. എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കരുത്. വിശ്വാസം നല്ലതാണ്, അന്ധവിശ്വാസം നമ്മുടെ ജീവിതത്തിന് ആപത്താണ്. അദ്ദേഹം പ്രായാധിക്യം മൂലം മരണപ്പെട്ടതായിരിക്കാം അല്ലേ? പിന്നെ എന്താണ് സംഭവം എന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇവരെന്തിനു ഭയപ്പെടുന്നു? ഈ ഒരു സ്ലാബ് നീക്കം ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെ എന്തിനാണ് ഈ അമ്മയും മക്കളും പേടിക്കുന്നത്? അതിലെന്തോ ഒരു കള്ളത്തരമില്ലേ? ഇവർ പറയുന്ന അഭിപ്രായ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ കാണാം. പ്രതിഷേധിച്ച കല്ലറയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച ഗോപൻ സ്വാമിയുടെ ഭാര്യ, മരുമകൾ, മകൻ കണ്ടില്ല. ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല. കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറച്ച് നേരം നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് അമ്മ പറഞ്ഞു, അമ്മ ഇത് അച്ഛൻ പോയതാണ്, സമാധി ആയതാണമ്മ എന്ന്. ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമണം കൂട്ടും പോലെയല്ല, കാലൊക്കെ എടുത്ത് ധ്യാനത്തിന്. എൻ്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനമാണ്. ഞങ്ങൾ 8-9 മണിക്കൂർ അവിടെ 8-9 മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് സാധനങ്ങൾ ഒരുക്കിയെങ്കിലും അച്ഛൻ ജീവനുണ്ടോ എന്ന് അവിടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ നോക്കണേ. ഇവൻ വാങ്ങിക്കേണ്ട സാധനങ്ങൾ ഭസ്മം. ഓക്കെ ഫ്രണ്ട്സ്, കണ്ടല്ലോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് അവർ ഒരു ടീംസിനോട് പറയുന്നതല്ല മറ്റൊരാളുകളോട് പറയുന്നത്. ഇതിൽ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. നാട്ടുകാർ പറയുന്നുണ്ട് ഇതിന് തലേ ദിവസവും ഇവിടെ അടിയും ബഹളവും ഉണ്ടായിരുന്നു. മീൻസ് ഇത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവിടെ പ്രശ്നങ്ങളായിരുന്നു. കിടക്കയിൽ ഇദ്ദേഹം കിടപ്പിലാണ്, മലമൂത്ര വിസർജനമൊക്കെ നടത്തുന്നത് അവിടെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ്, ആ ഒരു അടുത്താണ് ഇവർ പറയുന്നത് കിടപ്പിൽ കിടന്ന് ഇതൊക്കെ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നടന്നുപോയി സമാധി അടഞ്ഞു എന്ന് പറയുന്നത്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വെച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ അല്ലേ, നമ്മളിപ്പം വീട്ടിൽ വെച്ച് മരണം സംഭവിക്കുകയാണ്. അപ്പോൾ മരണം സംഭവിച്ചാൽ നമ്മൾ നാട്ടുകാരെ അറിയിക്കും, നമ്മുടെ കുടുംബക്കാരെ അറിയിക്കും. ഇവരെന്തിനാണ് ആരെയും അറിയിക്കാതെ ഈ ചടങ്ങുകൾ നടത്തിയത്? അതിന് ഇവർക്ക് റീസൺ ഉണ്ട് കേട്ടോ. ഇവർ പറയുന്നത് സമാധി അടയുന്നത് ആരും കാണാൻ പാടില്ല പോലും. എന്നിട്ട് അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നുണ്ട്, ശ്രീനാരായണ ഗുരു സമാധി ആയപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും അടുത്തൊരു ശിഷ്യൻ മാത്രമേ ആ സമാധി കണ്ടിരുന്നുള്ളൂ. ശ്രീനാരായണ ഗുരുവിനോടൊക്കെ ഉപമിക്കാൻ പറ്റുമോ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ? എനിക്കറിയില്ല കേട്ടോ. ആ വ്യക്തി ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രീനാരായണ ഗുരുവിനോടൊപ്പം നിർത്താവുന്ന വ്യക്തി ആയിരിക്കും. മരുത്വാമലയിലൊക്കെ പോയി ധ്യാനം അനുഷ്ഠിച്ചുള്ള വ്യക്തിയാണ്. ഓക്കെ, ഇദ്ദേഹം ഒരു സന്യാസിയാണ്, സമ്മതിച്ചു. പക്ഷേ എന്നിരുന്നാലും 2 ദിവസം മുന്നേ ഇദ്ദേഹം ഭാര്യയോട് 3 ദിവസം മുന്നെയോ 2 ദിവസം മുന്നെയോ ഭാര്യയോട് പറഞ്ഞിരുന്നു പോലോ 2 ദിവസത്തിനുള്ളിൽ ഞാൻ പോകുമെന്ന്. നമ്മൾ മരിക്കാൻ പ്രായമായി കിടപ്പിലായ വ്യക്തികളാണെങ്കിൽ ഇപ്പം ഞാനായാലും നിങ്ങളായാലും ശരി, വയ്യാതെ കിടക്കാൻ പറയോ ഇനിയില്ല, കൂടുതൽ ദിവസം ഇല്ല, ഞാൻ 2 ദിവസത്തിനുള്ളിൽ തീരും എന്ന് പറയില്ലേ? അത് സമാധിയാണോ? ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, കിടപ്പാണ്, എനിക്കിനി ജീവിച്ചിരിക്കാൻ ആഗ്രഹമില്ല, അപ്പോൾ ദൈവമേ നോക്കിയോ 2 ദിവസത്തിനുള്ളിൽ ഞാൻ മരണപ്പെടും എന്ന് പറയത്തില്ലേ? അതുപോലെയല്ലേ അദ്ദേഹവും പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞുവോ ഞാൻ സമാധിയാകും, ഞാൻ ഈ കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി അവിടെ ഇരിക്കും. പിന്നെ ഇവർ പറയുന്നുണ്ട് കിടപ്പാണെന്ന് നാട്ടുകാർ പറയുന്നെങ്കിൽ ഇവർ പറയുന്നുണ്ട്
എല്ലാ ദിവസവും ഇദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം ശബരി പീഠോ, ആ പീഠത്തിൻ്റെ എന്തോ ഒരു പീഠമുണ്ട് കേട്ടോ, ഒരു പേര് ഞാൻ വിട്ടുപോയി. ആ പീഠത്തിൽ ചെന്നിരുന്ന അദ്ദേഹം ദാനം അനുഷ്ഠിക്കും. ദാനം എപ്പോഴും പഠിക്കും. ധ്യാനം അനുഷ്ഠിക്കുമ്പോഴോ എന്തൊക്കെ കേൾക്കണം. ഒരു നാക്കുണ്ടെങ്കിലും സംസാരശേഷി ഉണ്ടെങ്കിലും ഈ പറയുന്നതെല്ലാം നമുക്ക് ശ്രവണശേഷി ഉണ്ട്, എല്ലാം കേൾക്കണമല്ലോ ഭഗവാനെ എന്ന് ഓർക്കുന്നു. അതുപോലെ തന്നെ അവർ നാടകീയമായ രംഗങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ എൻ്റെ ശിവ 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 ഭഗവാനെയും കൊണ്ടുവരുന്നുണ്ട്. ഭഗവാനെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരെ വിശ്വസിക്കും, എന്തിനെ വിശ്വസിക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പം നാട്ടുകാർ മുഴുവൻ. നാട്ടുകാർ ഒന്നടങ്കം ഇവർക്കെതിരാണ്. പക്ഷെ പിന്നെ ഏതൊക്കെയോ ഇതിനകത്ത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ അനുകൂലിക്കുന്നവരുമുണ്ട്. നമ്മുടെ പോലീസുകാരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും തുറന്ന് പ്രവർത്തിക്കണം. ഇതിനകത്ത് എന്താണ് ദുരൂഹതയെന്ന് നമുക്ക് തിരിച്ചറിയണം. ആ സ്ലാബ് മാറ്റി അതിനകത്ത് ആ മനുഷ്യനുണ്ടോ, അദ്ദേഹത്തിന് എന്താണ് പറ്റിയതെന്ന് അറിയണമെന്നാണ് നാട്ടുകാരെല്ലാവരും ഒന്നടങ്കം പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും രേഖപ്പെടുത്താം കേട്ടോ. അത് പുണ്യസ്ഥലമാണ്, അത് തുടരുതെന്ന് നിങ്ങൾക്ക് പറയാം. അയ്യോ അങ്ങനെയല്ല, അതിനെന്താണെന്ന് അറിയണം എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അന്ധവിശ്വാസത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊരു അന്ധവിശ്വാസമാണോ, ഇത് സത്യമാണോ? നിങ്ങൾ പറയണം കേട്ടോ. ഈ ഗോപൻ സ്വാമി എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണോ? സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണോ? കാര്യം വൈകുണ്ഠസ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയൊക്കെ ഇദ്ദേഹത്തോട് ഉപമിക്കുന്നത് കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹത് വ്യക്തിയാണ്. വൈകുണ്ഠസ്വാമി എന്ന് പറയുന്ന വ്യക്തി മാറുമറയ്ക്കൽ പ്രക്ഷോഭം ആ ഒരു ഇതിൽ പങ്കെടുത്ത വ്യക്തിയാണ്. 1822 ആ കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് അവരോടൊപ്പം നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയൊക്കെ ഉപമിക്കുന്നത് കുറച്ച് കടന്ന കൈയല്ലേ? നിങ്ങൾ പറയുക കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വീഡിയോസ് ഉണ്ടാകും മിക്കവാറും. കാര്യം ഇതിൻ്റെ ഈ ഒരു സ്ലാബ് പൊളിക്കുകയാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ പൊളിക്കാനാണ് തീരുമാനം എന്ന് പറയുന്ന ഇത് കണ്ടു, വീഡിയോസ് കണ്ടു. പക്ഷേ ഈ സമാധി എന്ന് പറയുന്നത് ഇത്ര വലിയൊരു സംഭവമായിരുന്നു അല്ലേ? അപ്പോൾ നാളെ ഞാനും മരണപ്പെട്ടാൽ ഞാനും സമാധിയായി നിങ്ങൾ കരുതുക കേട്ടോ. നല്ല രസം, നല്ല വാക്കില്ലേ സമാധി, കൊള്ളാം. സമാധിക്ക് ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ ഒരു പ്രമുഖനൊക്കെ ഇതിൽ പറയുന്ന കേട്ടു. ഈ പറയുന്ന പ്രമുഖരൊക്കെ ഈ സമാധി കണ്ടവരാണോ? ഇതിൽ എനിക്ക് വീണ്ടും കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ അമ്മ ഒരു പ്രാവശ്യം പറയുന്നുണ്ട് ഇദ്ദേഹം നടന്നു പോയി ഇരിക്കുന്നത് കണ്ടു എന്ന്, പിന്നെ ഒരു പ്രാവശ്യം ഈ അമ്മ പറയുന്നുണ്ട് മകൻ കണ്ടു എന്ന്, പിന്നെ ഒരു പ്രാവശ്യം പറയുന്നുണ്ട് എന്നും അങ്ങനെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നതെന്ന്. ഇതിനകത്ത് എന്താണ് സത്യം? എന്തായിരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ? നമുക്ക് നോക്കാം, നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻസ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.